ഹായ് ഓൾ വെൽക്കം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്റർനാഷണൽ യോഗ ഡേ ആണല്ലേ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ യോഗ പഠിച്ചതിനെ കുറിച്ചും യോഗ എൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ യോഗ പഠിച്ചത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ യോഗ പഠിച്ചു തുടങ്ങിയത്. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ യോഗ അഭ്യസിപ്പിക്കാറുണ്ടായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു രാധാമണി ടീച്ചറാണ് ഞങ്ങളെ യോഗ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സ്കൂൾ ടൈമിന് ശേഷം 4 മണി വരെ സ്കൂൾ ഉണ്ടല്ലോ, അപ്പോൾ സ്കൂൾ ടൈമിന് ശേഷം 5:30 വരെയാണ് യോഗ അഭ്യസിപ്പിച്ചിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ട് വൈകിട്ട് വളരെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ യോഗയുടെ ഓരോ ബാലപാഠങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുടക്കത്തിലൊക്കെ ഇത്തിരി പ്രയാസമായിരുന്നു ചെയ്യാനായിട്ടൊക്കെ. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. 1-2 ദിവസം നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് അങ്ങോട്ട് വളരെ ആസ്വദിച്ച് നമ്മൾ യോഗ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ യോഗ അഭ്യസിപ്പിക്കുക മാത്രമല്ല കേട്ടോ, യോഗ മത്സരത്തിനും കൂടിയും കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞാൻ ഇന്നും ഓർക്കുകയാണ്, തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ യോഗ മത്സരത്തിനായിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ള ഒരു ദിവസം. അങ്ങനെ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങളുടെ സ്കൂളിലാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. സ്വാമി ബോധാനന്ദ ഹൈസ്കൂളിലാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ആ ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മാനമൊന്നും നേടിയില്ലെങ്കിലും എൻ്റേതായിട്ടുള്ള കുറച്ച് പോയിന്റുകളും കൂടിയും എനിക്ക് സ്കൂളിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ തൃശ്ശൂരിലെ തന്നെ മികച്ച പല വിദ്യാലയങ്ങളോടും മത്സരിച്ചിട്ടാണ് ഞങ്ങളുടെ സ്കൂളിന് അന്ന് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് കിട്ടിയിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. തിരിച്ച് ആ വലിയ ട്രോഫിയും പിടിച്ച് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആ ഒരു വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ ഞങ്ങൾ ടെട്ടെ ഈ ആഹു SBHS എന്നുള്ള ആ ഒരു പാട്ട് പാടിയതൊക്കെ ഞാൻ ഇന്നും ഓർക്കുകയാണ് കേട്ടോ. വളരെയധികം സന്തോഷം തരുന്ന ഒരു ഓർമ്മയാണ്. പിന്നെ സ്കൂളിൽ വന്ന് പിറ്റേ ദിവസം മാതൃഭൂമി പത്രക്കാരാണെന്ന് തോന്നുന്നു വന്നിട്ട് യോഗ മത്സരത്തിൽ പങ്കെടുത്ത ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുകയുണ്ടായി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. ആദ്യമായിട്ട് പേപ്പറിൽ ഫോട്ടോ വരിക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറേ നാളൊക്കെ ആ പേപ്പർ കട്ടിങ്സ് സൂക്ഷിച്ച് വെച്ചിരുന്നു കേട്ടോ. 6ാം ക്ലാസ്സിൽ മുടി 2 വശത്തും പിന്നിയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അന്ന്. പേപ്പറിലൊക്കെ കളർ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിൽ ഫോട്ടോ വന്നപ്പോൾ ഉള്ള ഒരു സന്തോഷം എല്ലാവരോടും വളരെ സന്തോഷത്തോടു കൂടി പറയുമായിരുന്നു, എൻ്റെ ഫോട്ടോ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ, നോക്കിക്കൊള്ളോട്ടാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യോഗയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും ഒരു ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് യോഗ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് ചെയ്തു തുടങ്ങിയാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുള്ളൂ. പഠനത്തിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അറിയാലോ യോഗയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കോൺസെൻട്രേഷൻ കൂടാനും അതുപോലെ തന്നെ ബോഡിക്ക് ഒരു ഉന്മേഷം കിട്ടാനും ഒരു എനർജി കിട്ടാനും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് ശാന്തമായിട്ട് ഓർക്കാനൊക്കെ യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരം ഉണ്ട് കേട്ടോ യോഗ. അപ്പോൾ ഇന്ന് ജൂൺ 21 ആണല്ലേ. ലോകത്തിന് നമ്മുടെ ഇന്ത്യ നൽകിയിട്ടുള്ള ഒരു സംഭാവനയാണ് യോഗ എന്ന് പറയുന്നത്. നമ്മുടെ പുരാതന കാലം മുതൽക്ക് തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യോഗയുടെ ഗുണങ്ങൾ നമ്മൾ ഇന്ത്യൻസ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അത് നമ്മൾ ലോകത്തിനും കൂടിയും സംഭാവന ചെയ്തു. 2015 നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി UN അസംബ്ലിയിൽ യോഗ എല്ലാവർക്കുമായിട്ട് ലോകത്തിന് എമ്പാടുമായിട്ട് സംഭാവന ചെയ്തത്. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ യോഗ പഠിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു വയസ്സിൽ ഞാനിപ്പോൾ 30+ ആണ്. പക്ഷെ എന്നെ കാണുമ്പോൾ മിക്കവാറും എല്ലാവരും പറയാറുണ്ട് 30+ ആണെന്ന് തോന്നാറില്ല എന്നുള്ളത് കേട്ടോ. ഒരു പൊങ്ങച്ചം പോലും അല്ലെങ്കിൽ ഒരു അഹങ്കാരം പോലും ഒന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് യോഗ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യാൻ
മടിയായി തുടങ്ങിട്ടോ. ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഓടുകയാണല്ലോ, എല്ലാവരും ഓടുകയാണ്, എന്തിനൊന്നില്ലാതെ എന്തോ നേടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ നമുക്കൊരു പോസ് ഇല്ല. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു പോസ് ആവശ്യമാണ്. നമ്മളൊരു ബ്രേക്ക് ചവിട്ടണം. ഇവിടുന്ന് ഒരു ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം ഒരു പുതിയ ലക്ഷ്യം നേടാനായിട്ട്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതുവരെയും നമ്മൾ ജീവിച്ചു പോകുന്ന ജീവിത ശൈലിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. ഞാനും എന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മോനെ പഠിപ്പിക്കുന്നുണ്ട്, 2 യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മെന്റലി ഞാൻ ഒരുപാട് സ്ട്രെസ്ഡ് ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു യോഗ ഡേയിൽ ഞാൻ പുതിയതായിട്ട് ചില കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മൾ തന്നെ വിചാരിച്ചാലാണ് നമ്മുടെ ലൈഫിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് മൈക്രോ ഹാബിറ്റ് എന്ന് പറയുന്ന ചെറിയ ചെറിയ ചില ശീലങ്ങൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ആ ശീലങ്ങൾ ചിലപ്പോൾ 5 മിനിറ്റ് ആവാം, 10 മിനിറ്റ് ആവാം. അങ്ങനെ നമ്മളൊരു ശീലങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് മൈക്രോ ഹാബിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നു മുതൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് എന്താണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ, നിങ്ങൾക്കൊരു ലാംഗ്വേജ് പുതിയതായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. ഒരു 5-10 മിനിറ്റ് നേരം ഒരു ദിവസം നമ്മൾ എണീക്കുമ്പോൾ തന്നെ, നമ്മൾ ഈ ഒരു മാറ്റമാണല്ലോ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വായനയാണ് തുടങ്ങേണ്ടത് എന്നുണ്ടെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക. രാവിലെ എണീറ്റ് ഒരു 5 മിനിറ്റ് നേരം വായിക്കാൻ തുടങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് മൈക്രോ ഹാബിറ്റ്സുകൾ. തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നാളെ മുതൽ ഞാൻ എൻ്റെ രാവിലെ തൊട്ടുള്ള ഈ മൈക്രോ ഹാബിറ്റുകളും എൻ്റെ യോഗ കാര്യങ്ങളൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു 7 ഡേയ്സിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം പോസ്റ്റ് ചെയ്യാൻ നിങ്ങളോടൊരു വാക്ക് തരുമ്പോൾ ഞാൻ തന്നെ നിർബന്ധിതയാവാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പം ഞാനങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ യാത്രയിൽ നിങ്ങളും കൂടെ ചേരണമെന്ന് ഞാൻ പറയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക കേട്ടോ.